Hello everyone, welcome to Brilliant EduTech, the best solution ever. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അഗ്രോണമി എന്ന് പറയുന്ന മൊഡ്യൂൾ 1 ഫീൽഡ് അസിസ്റ്റൻ്റ് ആദ്യത്തെ മൊഡ്യൂളാണ് അഗ്രോണമി. ആ ഒരു മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് പല അഗ്രികൾച്ചർ എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്യുക. അപ്പോഴാണ് അടുത്തൊരു ക്ലാസ്സോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ ഒക്കെ കണക്റ്റഡ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള PSC അപ്ഡേഷൻസിനായിട്ട് മറക്കാതെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, ഇൻ്റഗ്രേറ്റഡ് വീറ്റ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ്. ഇൻ്റഗ്രേറ്റഡ് വീറ്റ് മാനേജ്മെൻറ്റ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ടില്ലേജ് ഓപ്പറേഷൻ, യൂസ് ഓഫ് ഹെർബിസൈഡ്സ്, ക്ലോസ് പ്ലാന്റിംഗ്. ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. എല്ലാം തന്നെ ഈ പറയുന്ന ടില്ലേജ് ഓപ്പറേഷൻ ആയിക്കോട്ടെ, ഹെർബിസൈഡ്സിൻ്റെ യൂസേജ് ആയിട്ട് ക്ലോസ് പ്ലാന്റിംഗ് എല്ലാം തന്നെ ഇൻ്റഗ്രേറ്റഡ് വീറ്റ് മാനേജ്മെൻറ്റിൽ ചെയ്തു വരുന്ന പ്രാക്ടീസസ് ആണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫെലാരിസ് മൈനർ വീഡ് എന്ന് പറയുന്ന വീഡ് ഏത് ക്രോപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് കാണാൻ സാധിക്കുന്നത്? അഗ്രികൾച്ചർ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഉത്തരം വീറ്റ് ആണ്. വീറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഫിലാരിസ് മൈനർ വീഡ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, the most effective weed control measure of crop associated and crop bounded weed. ക്രോപ്പ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്രോപ്പ് ബൗണ്ടഡ് ആയിട്ടുള്ള വീടിൻ്റെ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വീഡ് കൺട്രോൾ മെഷർ എന്ന് പറയുന്നത് ഏതാണ്? അപ്പം അത് ക്രോപ്പ് റൊട്ടേഷൻ ആണ് കേട്ടോ. അവരുടെ ഗ്രോയിങ് സീസൺ അനുസരിച്ച് പല വെറൈറ്റി ക്രോപ്സിനെ ഒരേ ഒരു കൃഷിയിടത്തിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, അപ്പോൾ ഫോളോയിങ് ഓഫ് ദ വിച്ച് വീഡ് ഓഫ് വീറ്റ് ക്രോപ്പ് ഇസ് ഡ്യൂറിങ് റാബി സീസൺ. റാബി സീസണിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വീറ്റ് ക്രോപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വീട് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ചോദ്യത്തിൽ ചില സ്പെസിഫിക് ടേംസ് ഉണ്ടെങ്കിലോ കീവേഡ്സ് ഉണ്ടെങ്കിലോ അതൊന്ന് ലൊക്കേറ്റ് ചെയ്യണം. എപ്പോഴും അത് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും അല്ലേ. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന ടേംസ് ക്യാച്ച് ആയില്ലെങ്കിൽ നമ്മൾ ആൻസർ തെറ്റിക്കും അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്തെങ്കിലും കീവേഡ്സ് ഉണ്ടോ എന്നുള്ളത് എപ്പോഴും നോട്ട് ചെയ്യുക. ഓരോ വരിയും വായിക്കുമ്പോൾ നല്ല ശ്രദ്ധയോടെ കൃത്യതയോടെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉത്തരം കിനപ്പോഡിയോ ആണ് കേട്ടോ. സോ നെക്സ്റ്റ്, അഞ്ചാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് അൺഡിസയറബിൾ പ്ലാന്റ്. അൺഡിസയറബിൾ ആയിട്ടുള്ള ആ ഒരു പ്ലാന്റിനെ റിമൂവ് ചെയ്യുന്നത് വീഡിങ് എന്നാണ് പറയുന്നത്, നമുക്കറിയാം. ദെൻ ആറാമത്തെ ചോദ്യം, വീഡ് ഇൻഡെക്സ് ഇൻഡിക്കേറ്റ്. വീഡ് ഇൻഡെക്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈൽഡ് റിഡക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് ആണ്. ആ ഒരു പെർസെൻറ്റേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര മാത്രമാണ് ഈൽഡ് റെഡ്യൂസ് ആവുന്നത്, വീൽഡ് ഇല്ലാത്തൊരു ഫീൽഡിൽ എങ്ങനെയാണ്, അതുപോലെ വീഡ് ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് ആ ഒരു ഈൽഡിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീഡ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വീഡ് ഇൻഡെക്സിലെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലോവർ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നല്ലതാണ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. തിരിച്ചാണെങ്കിൽ ഹയർ ആണ് വീഡ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ അത് ട്രീറ്റ്മെന്റ് അത്ര എഫക്റ്റീവ് ആയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫീൽഡ് അസിസ്റ്റന്റ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. മാർച്ച് 1 മുതൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ക്ലാസ്സുകളും അതുപോലെ തന്നെ നോട്ട്സ്, റിവിഷൻ ടെസ്റ്റ്, മെന്റർ സപ്പോർട്ട്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഡൗട്ട് ക്ലിയറൻസ്, ഫ്ലാഷ് കാർഡ്സ്, സ്റ്റഡി പ്ലാൻ, റിവിഷൻ പ്ലാൻ എല്ലാം ഒരുമിച്ച് നമ്മളൊരു ബാച്ചായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ള സ്റ്റുഡൻസിന് നമ്മുടെ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയുക. പല പ്ലാൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൃത്യമായ ക്വസ്റ്റ്യൻ ബാങ്കും ക്വസ്റ്റ്യൻസും റിവിഷൻ ടെസ്റ്റുകളോട് കൂടി നമുക്ക് ഈ പറയുന്ന ഒരു കോഴ്സ് നല്ല രീതിയിൽ പഠിച്ചെടുത്ത് ഈ 3 മാസക്കാലം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ എക്സാം നല്ല രീതിയിൽ എഴുതാനായിട്ടൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും വീഡിയോസോ ക്ലാസ്സസോ അല്ലെങ്കിൽ എന്തെങ്കിലും സെഷൻസ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ അതനുസരിച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതനുസരിച്ച് വീഡിയോസും ക്ലാസ്സസും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. MCQ സെഷൻ ആയിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സെഷൻസ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടേംസ് വെച്ചിട്ട് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് മാറുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ സെഷൻസ് പ്ലാൻ ചെയ്യാനായിരുന്നു. MCQs ആണോ അതോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടേംസ് വെച്ചിട്ടുള്ള വീഡിയോസ് ആണോ ആവശ്യമായിട്ടുള്ളത്, അതോ ക്ലാസ്സസ് ആണോ ആവശ്യമായിട്ടുള്ളതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് അനുസരിച്ച് എത്ര ആൾക്കാർ എത്രത്തോളം ഇൻട്രസ്റ്റ് ഓരോ വീഡിയോസിനും കാണിക്കുന്നതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ്, വാല്യൂബിൾ ആയിട്ടുള്ള സജഷൻസ് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കാണാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.